അവിടെയാണെങ്കിൽ ആളെടുക്കണ റിക്രൂട്ട്മെൻറ്റ് നടക്കണ ദിവസമായിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിൽ ഞാനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്നായിരുന്നു. അവനാണെങ്കിൽ സോഫ്റ്റ്വെയറിൽ എല്ലാ പരിപാടിയും അറിയാം. ഹൈലി സ്കിൽഡ് ആൻഡ് ടാലൻറ്റഡ് ആണ്. കണ്ടാൽ തന്നെ അറിയാം കാട്ട് സാധനമാണെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ അവനെ എടുത്തില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നീ എടുക്കാത്തത്? അവൻ ഭയങ്കര കിടിലമല്ലേ. അവൻ പറഞ്ഞു, അവൻ എങ്ങാനും എൻ്റെ കമ്പനിയിൽ വരികയാണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഇവൻ എൻ്റെ കമ്പനിയിലെ എംപ്ലോയീസിനെ വിളിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എന്തിനാടെ എൻ്റെ ശവക്കല്ലറിയിൽ ആണി അടിക്കണത്? അപ്പോൾ ഇവന് അറിയാം ആരെ എടുക്കണം എടുക്കണ്ടെന്ന്. ഇവന് ആവശ്യമുള്ളവരെ മതി, അല്ലാതെ അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളെയൊന്നും ഇവന് വേണ്ട. ഇവനാണെങ്കിൽ ഇവൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്ത് തീർക്കണം. അവന് അതിനുള്ള ആൾ മതി, അല്ലാതെ കൂടുതൽ ക്വാളിഫിക്കേഷനും സ്കില്ലും ഉള്ള ആളെ എടുത്ത് ഇവൻ സ്വയം ചാക്കിലാവാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല. ആ പയ്യൻ അവിടെ ജോലിക്ക് കയറുകയാണെങ്കിൽ ഇവൻ്റെ കമ്പനിയിൽ നിന്ന് പുറത്ത് ചാടി വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫ് തന്നെ ഇവൻ്റെ അടുത്ത് ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് പിരിക